മുകേഷിനും സിദ്ദിഖിനും ജയസൂര്യക്കുമില്ലാത്ത എന്തു പ്രത്യേകതയാണ് നടി റീമ കല്ലിങ്ങലുള്ളത്? എൻ്റെ സംശയം, സുചിത്ര എന്ന് പറയുന്ന ഗായിക റീമ കല്ലിങ്ങൽ കൊച്ചിയിലും ബാംഗ്ലൂരിലുള്ള അവരുടെ വീട്ടിൽ ഡ്രഗ്സ് പാർട്ടികൾ നടത്തുന്നു. അതിൽ ഒരുപാട് പെൺകുട്ടികൾ ഇരയായിട്ടുണ്ട്. അവർ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. ഡ്രഗ്സാണ് ഇവരുടെ കരിയർ നശിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് 48 മണിക്കൂറാവുന്നു. നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു മാധ്യമം രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ഒരു നടിയെ വളകളിൽ തലോടി, മുടികളിൽ തലോടി എന്നൊക്കെ പറഞ്ഞ ഒരു ആരോപണം ഉന്നയിച്ചപ്പം ഇവിടുത്തെ ചാനലുകൾ ക്യാമറാമാനെയും റിപ്പോർട്ടറെയും കൊൽക്കത്തയ്ക്ക് വരെ വിട്ടു. അങ്ങനെയല്ല അതിൻ്റെ ആദ്യഘട്ടം. അവരാദ്യം വെളിപ്പെടുത്തിയത് 24 ചാനലിനോടാണ്. 24 ചാനൽ ഇത് സംപ്രേഷണം ചെയ്തിട്ട് ലിങ്ക് അയക്കണം എന്ന് പറഞ്ഞിരുന്നു. ലിങ്ക് നോക്കിയപ്പോൾ രഞ്ജിത്തിൻ്റെ പേരില്ല. രഞ്ജിത്തിൻ്റെ പേര് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് 24 ചാനലിനോട് ആ നടി സംസാരിച്ചത്. അങ്ങനെ 24 കൊടുക്കാതിരുന്നപ്പോഴാണ് കൽക്കട്ടയിൽ ആ മെഡിക്കൽ കോളേജ് സംഭവം അന്വേഷിക്കാനായിട്ട് എല്ലാ ചാനലുകാരും പോയിരുന്നല്ലോ. അപ്പോൾ ആരന്വേഷിച്ചു, ഏഷ്യാനെറ്റുകാരൻ്റെ നമ്പർ മേടിച്ചിട്ട് അവരെ അങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിക്കുകയായിരുന്നു പിന്നെ ചെയ്തത്. അപ്പോൾ ഏഷ്യാനെറ്റ് പിന്നെ പറയാൻ തുടങ്ങി ഏഷ്യാനെറ്റ് വെളിപ്പെടുത്തിയതുപോലെയെന്ന്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇടയ്ക്ക് സ്ലിപ്പായി പോയി. കാരണം പക്ഷേ ഈ വളരെ ഗുരുതരമായ കാര്യം, ഹേമ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന 3 അംഗ കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. 3 പേരും ഒരേപോലെ പറഞ്ഞ മലയാള സിനിമയെ വല്ലാതെ വിഴുങ്ങിയിരിക്കുന്ന മയക്കുമരുന്നെന്നാണ്. അതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ ചർച്ചയില്ല. അപ്പോഴാണ് സുചിത്ര വന്ന് പറയുന്നത് ഈ WCCയുടെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകയായി നിൽക്കുന്ന റീമ കല്ലിങ്ങലിൻ്റെ വീട്ടിൽ നിരന്തരം പാർട്ടികൾ നടക്കാറുണ്ട്. കൊച്ചിയിലും ഒക്കെ നിരന്തരം റെയ്ഡ് നടന്നത് എവിടെയാണെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഇവരുടെ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചു വന്നിട്ട് ഒരു മാധ്യമത്തിനും വാർത്തയില്ല. മാതൃഭൂമി വാർത്ത കൊടുത്തു, അത് പിൻവലിച്ചു. ആകെ വാർത്ത ഇപ്പോൾ ഉള്ളത് കേരള കൗമുദിയിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും മാത്രമാണ്. മറ്റു പത്രങ്ങൾ എന്തുകൊണ്ടാണ്, മറ്റു മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് റീമ കല്ലിങ്ങൽ മയക്കുമരുന്ന് പാർട്ടികൾ നടത്തുന്നു, ഒരുപാട് പെൺകുട്ടികളെ ലൈംഗികമായും എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ വാർത്ത തമസ്കരിക്കുന്നത്? ഇത് ഞാനും വായിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യ അത് ഇപ്പോഴും കളഞ്ഞിട്ടില്ല. കേരള കൗമുദി കളഞ്ഞിട്ടില്ല. വേറെയും എവിടെയെങ്കിലും കാണുമായിരിക്കും. പിന്നെയുള്ള ഓൺലൈൻ മീഡിയകളിലാണ്. അത് ചെറിയ ഓൺലൈനും അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന പത്രങ്ങളിലൊന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ. അവർ കോവിഡ് കാലത്ത് ചില സ്ഥലമൊക്കെ പൂട്ടിയിരുന്നെങ്കിലും അതിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഭാഗത്ത് ആ മറ്റേ ഭാഗമില്ല. മയക്കുമരുന്നിൻ്റെ ഭാഗമുണ്ട്, ഈ ചൂഷണം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ. സുചിത്രയുടെ അത് സുചിത്രയുടെ ഈ പറഞ്ഞ പോലെ ആ SS മ്യൂസിക് ഇൻ്റർവ്യൂവിൽ ആ ഭാഗം ഉണ്ട്. അപ്പോൾ ഈ SS മ്യൂസിക്കിൽ വന്ന ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. സുചിത്ര പറയുന്നത് റീമ കല്ലിങ്ങലിന് മലയാള സിനിമാ രംഗത്ത് അവസരം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ വീട്ടിൽ നടന്ന മയക്കുമരുന്ന് പാർട്ടികളാണ്. കാരണം ചില കാര്യങ്ങൾ പാർട്ടികളിൽ യൂസ് ചെയ്യാൻ പാടില്ല. ആ യൂസ് ചെയ്യാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ ഭാഗം. അതെ, അത് നമ്മൾ ഈ സംഭവം ഈ സുചിത്ര പറഞ്ഞ് നമ്മൾ ഓൾറെഡി നമ്മളൊരു ഡിസ്കഷൻ നടത്തി സാർ. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഡിസ്കഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം മലയാളത്തിലെ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിലെ നടിമാരുടെ ചാരിത്രമാകെ സംരക്ഷിക്കാൻ വേണ്ടി ആരോമൽ ചേകവർമാരായും ഒതേനന്മാരുമായിട്ടൊക്കെ നിൽക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ. അത് അവർ മയക്കുമരുന്നിനെക്കുറിച്ച് ഹേമ കമ്മിറ്റി പറയുന്നതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ഒരു നടി ഇതിൻ്റെ ആളാണെന്ന് പരസ്യമായി പറഞ്ഞിട്ട് ഒരു ഗായിക വന്ന് ഒരു ടെലിവിഷൻ ചാനലിൽ പറഞ്ഞിട്ട് അതിൻ്റെ വാർത്ത കൊടുക്കുന്നില്ല. ഇതല്ലല്ലോ, രണ്ട് നീതി എന്തുകൊണ്ടാണ്? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഏതൊക്കെയോ തരത്തിലുള്ള സ്വാധീനങ്ങൾ ഈ ചാനലുകളിലൊക്കെ ഉണ്ട്. കാരണം കുറച്ച് ദിവസമായിട്ട് ഒരു അജണ്ടയ്ക്ക് വേണ്ടിയിട്ട് ചാനലുകൾ നിലകൊള്ളുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആഷിഖ് അബു ഒരു 3-4 തവണ വന്നിട്ട് ഈ FKയിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല, ബി ഉണ്ണികൃഷ്ണൻ ആള് ശരിയല്ല, ബി ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷം അല്ല, ഞാനാണ് ശരിയായ ഇടതുപക്ഷം എന്നും പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ മറുപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, ഈ ആഷിഖ് അബു ശുദ്ധ ഫ്രോഡാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തുകൊണ്ട്? ആഷിഖ് അബു വരിസംഖ്യ അടയ്ക്കുന്നില്ല FKയുടെ. അത് ചെറിയ തുക, 500 രൂപയോ മറ്റോ. വരിസംഖ്യ അടച്ചില്ലേ മെമ്പർഷിപ്പ് പോവും. 500 രൂപയാ വരിസംഖ്യ എന്ന് പറയുന്ന, അതടയ്ക്കുന്നില്ല. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
ഈ സിബി മലയിൽ ഈ FFKയുടെ ഭാരവാഹിയായിരുന്ന കാലത്ത്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്ന പൊസിഷനിലൊക്കെ ഇരിക്കുന്ന കാലത്ത് ഇയാൾക്ക് ഏതോ നിർമ്മാതാവ് പൈസ കൊടുത്തില്ല ആഷിഖ് കപൂറിന്. അപ്പോൾ FFKയിൽ പരാതിപ്പെട്ടു. FFK ആണ് ആ പൈസ മേടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ FFK പലർക്കും പൈസ മേടിച്ച് കൊടുക്കുമ്പോൾ ഒരു കരാറുണ്ട്. ആ കിട്ടുന്ന തുകയുണ്ടല്ലോ, എത്രയാണ് 10,000 രൂപയോ 20,000 രൂപയോ 1 ലക്ഷം എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇനി 5 കോടി ആകട്ടെ, അതിൻ്റെ 20% FFKയ്ക്ക് കൊടുക്കുക. FFKയുടെ ക്ഷേമപ്രവർത്തനങ്ങളുണ്ടല്ലോ അതിനു വേണ്ടി. അത് അവിടെയുള്ളൊരു റൂളാണ്. അപ്പോൾ ഇയാൾക്ക് മേടിച്ചു കൊടുത്തു ആഷിഖ് കപൂറിന് സിബി മലയിലുള്ള കാലത്ത്. എന്നിട്ട് അവർ ഈ പറഞ്ഞ അന്ന് 20% ചോദിച്ചില്ല ആഷിഖ് കപൂറിനോട്, 10% ഇങ്ങനെ ഇവിടെ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആഷിഖ് കപൂർ അത് തരില്ല എന്ന് പറഞ്ഞിട്ട് നിലപാടെടുത്തു. ഇവർ വീണ്ടും പറഞ്ഞു ഇതിങ്ങനെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷം മനസ്സോടുകൂടി ആഷിഖ് കപൂർ ഒരു ചെക്ക് അയച്ചു കൊടുത്തു. ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെക്ക് ഇവർ തിരിച്ചയച്ചു FFK. ഇതിങ്ങനെ വിശദീകരണമുണ്ട്. അപ്പോൾ പിന്നെ ഇയാൾ സത്യസന്ധതയുണ്ടോ ഇയാൾ പറയുന്ന എന്തെങ്കിലും കാര്യത്തിൽ? പിന്നെ ഇപ്പോൾ അഭിമുഖങ്ങളിലൊക്കെ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ആളുകൾ ഇപ്പോൾ ഡ്രഗ് പാർട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇത് റിമാ കല്ലിങ്കലിന് നിഷേധിക്കാം, ആഷിഖ് കപൂറിന് നിഷേധിക്കാം, ആർക്ക് വേണമെങ്കിലും നിഷേധിക്കാം. ചെയ്തിട്ടില്ലല്ലോ, 48 മണിക്കൂറായില്ലേ. ഇവർ ഈ മയക്കുമരുന്നിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളിൽ മയക്കുമരുന്നിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാചകം ഞാൻ കണ്ടു. ഈ ഇവരുടെ തന്നെ അല്ല, ആഷിഖ് കപൂറിൻ്റെ ചലച്ചിത്ര റിമാ കല്ലിങ്കലിൻ്റെ ഭർത്താവായ സഖാവ് ആഷിഖ് കപൂറിൻ്റെ സിനിമാ കമ്പനിയുടെ പേര് ഒറിജിനൽ പിക്സൽസ് ഇൻ മോഷൻ എന്നാണ്. ഒറിജിനൽ പിക്സൽസ് ഇൻ മോഷൻ ചുരുക്കി എഴുതിയ OPM. മനസ്സിലായല്ലോ? OPM എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മയക്കുമരുന്ന്. ഇടുക്കി ഗോൾഡ് എന്നൊരു സിനിമ, അത് കഞ്ചാവിന്റെ ഉപയോഗത്തെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണ്. എങ്ങനെ അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് പോലും അറിയില്ല. ഗോൾഡ് എന്ന് പറഞ്ഞാൽ തന്നെ കഞ്ചാവിന്റെ ഒരു വെറൈറ്റി ആണത്. ആ മറ്റേ കഥ എഴുതിയിരുന്നത് നമ്മുടെ സുഹൃത്ത് സന്തോഷ് എച്ചിക്കാനായിരുന്നു. ഒരു കഥ എന്നുള്ള നിലയ്ക്ക് അതിന് വേറെ നിലനിൽപ്പുണ്ട്. സിനിമ തല്ലിപ്പൊളിയായിരുന്നു. കാരണം ഉദ്ദേശം ശരിയല്ലല്ലോ. ഈ പണ്ട് സഹപാഠികളായിരുന്നവരൊക്കെ പിന്നീട് ഇടുക്കിയിൽ വെച്ച് കാണുന്നതും ഇങ്ങനത്തെ സംഭവമൊക്കെയാണ്. അത് സിനിമയ്ക്ക് പറ്റിയൊരു സംഗതിയല്ല. ഇത് തന്നെയാണ് ആ രഞ്ജിത്ത് ലീല എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ആറ് എഴുതിയ കുറച്ച് വശപ്പശകളുള്ള കഥയാണ്. സിനിമ തല്ലിപ്പൊളിയായിപ്പോയി. കാരണം അതിൻ്റെ ഉദ്ദേശം ശരിയല്ല, സംഗതി ശരിയല്ല. ഈ ഒരു ചെറിയ സാഹചര്യത്തിൽ ചെറുകഥ നിൽക്കും, പിന്നെ സിനിമയിലേക്ക് മാറ്റുമ്പോഴാണല്ലോ ഈ പാളിപ്പോകുന്നത്. ഉദ്ദേശം ശരിയല്ല. ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുടെ കാര്യം ഉണ്ടായിരുന്നില്ല. ഇവർ പറഞ്ഞപ്പോഴാണ് ഞാനത് ആലോചിച്ചത്. ഇയാളിങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആ കൂട്ടത്തിൽ പല ആളുകൾ സംസാരിക്കുമ്പോഴൊക്കെ ഈ മാധ്യമപ്രവർത്തകരൊന്നും ഇങ്ങനെയൊന്നും സംസാരിച്ച് കേട്ടിട്ടില്ല. ഈ ഷൈൻ ടോം ചാക്കോ എന്തൊരു പ്രകടനമായിരുന്നു കഴിഞ്ഞൊരു ദിവസം ഒരു സിനിമയുടെ ഈ പ്രൊമോയുമായി ബന്ധപ്പെട്ടിട്ട് മുകളിൽ നിന്നിട്ട് മാധ്യമപ്രവർത്തകരെ ചീത്ത വിളിക്കുക, തൻ്റെ കിതള്ളക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മാധ്യമപ്രവർത്തകർ ഇടപെടുന്നുമില്ല. പിടിച്ചു നാളണം കൊടുക്കേണ്ടതാണ് ആ സമയത്തൊക്കെ. ഇനി മാധ്യമപ്രവർത്തകരുടെ കൂടെ ഇവരൊക്കെ ചെയ്യുന്നത് പോലെ ഈ പ്രൊട്ടക്ഷൻ ഗുണ്ടകളൊക്കെ കൂട്ടിപ്പോണായിരിക്കും ഇവരുടെയൊക്കെ എന്തെങ്കിലും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ. വേറൊരാൾ ശ്രീനാഥ് ബാസി ഒരു അവതാരികയോട് മോശമായിട്ട് പെരുമാറിയ ആ രംഗമൊക്കെ കണ്ടില്ലായിരുന്നു സുനിൽ? അയാളെപ്പറ്റിയൊക്കെ ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ സത്യത്തിൽ ഈ അമൽ നീരദ്, ആഷിഖ് കപൂർ, അൻവർ റഷീദ് എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ ഒരു മഹാരാജാസ് ഗ്രൂപ്പുണ്ട് നമ്മുടെയൊക്കെ കാലത്തിന് ശേഷമുള്ളത്. ഇവർ സത്യത്തിൽ ഇവരുടെ കാലമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇവരുടെ സിനിമയൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ആഷിഖ് കപൂറിനൊക്കെ ഇപ്പോൾ ഒരു സിനിമ വിജയിച്ചിട്ട് എത്ര കാലമായി? കാരണം ഇങ്ങനെ ഒരു രീതി ഉണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ അവരിതൊക്കെ ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സംഗതി അസ്തമിച്ചു പോവും. അതിൻ്റെ അകത്തൊരു അത്ഭുതമില്ല. കാണാൻ കൊള്ളാവുന്ന സിനിമകളേ അല്ല ഇപ്പോൾ വരുന്നത്. ആ ടീമൊക്കെ ശരിക്കും ഈ ചിതറിപ്പോയ പോലെയാണ് കിടക്കുന്നത്. അടുത്ത തലമുറ വരികയും ചെയ്തു. അടുത്ത തലമുറയിൽ എനിക്ക് തോന്നുന്നത് പ്രൊഫഷണലുകളാണ് കൂടുതലെന്നാണ് ഞാൻ കരുതുന്നത്. അവർ അവരുടെ ജോലി ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു. അത് ആ
പെൺകുട്ടികളും അങ്ങനെ തന്നെയായിട്ടാണ്. ചിലപ്പോൾ തെറ്റാകാം, പക്ഷെ ഇപ്പോൾ കാണുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഈ ആഷിഖ് കപൂറിൻ്റെ അമൽ നീരദിൻ്റെ ഒക്കെ കാലഘട്ടം തീർന്നിട്ട് അസ്തമിച്ചിട്ട് വേറൊരു സെറ്റ് വന്നു കഴിഞ്ഞു. എന്നിട്ട് ഈ പഴയ പട്ടാളക്കാരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ആഷിഖ് കപൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ് കപൂറിന് വേണമെങ്കിൽ റിമാ കല്ലിങ്കലോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്നിട്ട് ആരാണ് എന്താണ് കൂടിയ മാർക്സിസ്റ്റ് എന്നാണ് ചർച്ച. ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റേ ബി ഉണ്ണികൃഷ്ണനാണോ മറ്റേ ആളാണോ എന്നുള്ളത്. ബി ഉണ്ണികൃഷ്ണൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അത് ഈ ഉണ്ണികൃഷ്ണൻ്റെ സിനിമകളുടെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേരുകൾ എല്ലാം വില്ലൻ, ഫ്രോഡ്, മാടമ്പി, പ്രമാണി, എന്തോ ഒരു വശപ്പിശകില്ലേ. ഇങ്ങനെ മാത്രം പേരിടുന്ന ഒറ്റ റൂട്ടിലാണല്ലോ ഈ പേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എവിടുന്ന് വരുന്നതാണ്? ആത്മവിമർശനമാണോ ഈ പേരുകൾ എന്നൊക്കെ തോന്നുന്ന വിധത്തിലാണ്. ഒതുക്കമുള്ള പേര് അത്രയേ ഉള്ളൂ, 3 അക്ഷരമുള്ളതൊക്കെയോ അത്രയേ ഉള്ളൂ. ഇത്രയും കൂടി വരുമ്പോൾ ആളുകൾക്ക് സംശയം വരും. ആ സംശയം എനിക്കുണ്ട്. ഏതായാലും നമ്മുടെ സിനിമ വിവാദങ്ങൾ തീരുന്നില്ല, അത് തുടരുകയാണ്. ഇനിയും പുതിയ കാര്യങ്ങൾ വരുമായിരിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റുള്ള എന്താണെന്ന് വെച്ചാൽ, ഹേമ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ മയക്കുമരുന്നാണ്. അതിനെക്കുറിച്ച് മാത്രം നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല. ചർച്ച ചെയ്യാത്ത നമ്മൾ സ്വാഭാവികമായും സംശയിക്കാം, മാധ്യമങ്ങൾക്കോ മാധ്യമപ്രവർത്തകർക്കോ ഇതിലെന്തോ താല്പര്യമുണ്ട്, മയക്കുമരുന്നിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവരുത് എന്ന് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. ഇപ്പോൾ ഇന്നലെ ഈ ഏറ്റവും മുതിർന്ന സംവിധായകരിൽ ഒരാൾ ഹരിഹരനെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞതുപോലും വാർത്തയാണ്. അതുപോലും വാർത്തയാക്കുന്നവർക്ക് മയക്കുമരുന്നിനെ കുറിച്ച് മിണ്ടാൻ മടിയാണ്, ഭയമാണ്. മയക്കുമരുന്ന് വേറെ ഒരു ഇപ്പം ഈ വലിയ വർത്തമാനം പറയുന്ന ഒരു നടന്റെ വാടക വീട്ടിൽ നിന്നോ മറ്റോ ഒക്കെ കിട്ടിയില്ലേ തേവരയിലെ? അതും വലിയ തോതിൽ അന്ന് വാർത്തയായിരുന്നില്ല. ചില ഓൺലൈൻ സാധനങ്ങളിലൊക്കെയാണ് വന്നത്. അല്ല, ഈ ഓൺലൈനുകളിൽ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇവർ ഈ എന്തെല്ലാം മറച്ചു വെക്കുമായിരുന്നു ഈ മാധ്യമങ്ങൾ. ഇതുകൊണ്ട് എന്താണ് ഗുണം? ഗുണമുണ്ടല്ലോ, ഗുണമുള്ളതുകൊണ്ടായിരിക്കും വാർത്ത കൊടുക്കാത്തത്. ഗുണമുള്ളതുകൊണ്ടായിരിക്കും. ഏതായാലും കേരളകൗമുദിയും ടൈംസ് ഓഫ് ഇന്ത്യയുമാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. ആ വാർത്ത ഇപ്പോഴും ഉണ്ട്. മലയാളത്തിൽ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യമാണെന്ന് വിശ്വസിക്കുന്ന 2 പത്രങ്ങളെങ്കിലും ബാക്കിയുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. ജനൻ ടിവിയും ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൂടി കണ്ടതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവർ ടൈംസ് ഓഫ് ഇന്ത്യക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? കേരളകൗമുദിക്കെതിരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും കേരളകൗമുദിയുടെ ഓൺലൈനിലൊക്കെ വാർത്ത അവിടെ കിടപ്പുണ്ട്. ഈ സുചിത്രക്കെതിരെയും കേസ് കൊടുക്കാമല്ലോ, ടൈംസ് ഓഫ് ഇന്ത്യക്കെതിരെയും കേസ് കൊടുക്കാം. ഇവർ ജെനുവിനാണെങ്കിൽ, റിമാ കല്ലിങ്കലും ആഷിഖ് കപൂറും ജെനുവിനാണെങ്കിൽ, ഓണസ്റ്റ് ആണെങ്കിൽ അവർ കേസ് കൊടുത്ത് ഈ ഓണസ്റ്റി തെളിയിക്കണം. ഈ വെല്ലുവിളി അവർ സ്വീകരിക്കണം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.